IMAയുടെ വെസ്റ്റ് കൊച്ചിയിലെ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മല എസ് പ്രഭു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നാളെ നടക്കാൻ പോകുന്ന സംസ്ഥാന വ്യാപകമായ ഡോക്ടർമാരുടെ ഈ സമരത്തിന് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ എല്ലാവരുടെയും പൊതുസമൂഹത്തിൻ്റെയും ഇപ്പോൾ വലിയ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഒക്കെ പിന്തുണയുണ്ടാകുമെന്നാണ്. കാരണം കൊൽക്കത്തയിലെ ആ പെൺകുട്ടി അവർ ഒരു ഡോക്ടർ കൂടിയാണ്, ജൂനിയർ ഡോക്ടറാണ്. അവരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷയെക്കുറിച്ച് കൂടിയുള്ള വലിയ ചർച്ച, അത് കേവലമായ ഡോക്ടർമാരുടെ സുരക്ഷയല്ല, അതിൽ തന്നെ വനിതകളുടെ സുരക്ഷ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നു. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഡോക്ടർ നിർമ്മല എസ് പ്രഭു വെസ്റ്റ് കൊച്ചിയിലെ IMAയുടെ പ്രസിഡന്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു ഫോർ എന്നോടൊരു ഒപ്പീനിയൻ ചോദിച്ചതിന് നന്ദി. അത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ്, അത് ഒരു അത്യധികം സുരക്ഷയുള്ള ഒരു സ്ഥലമെന്ന് ഞങ്ങൾ കരുതുന്നത്. നമ്മൾക്ക് 36 മണിക്കൂറൊക്കെ ഡ്യൂട്ടി അടുത്തടുത്തുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്കൊരു ഉറങ്ങാനായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമ്മളിങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്നൊരു വിശ്വാസമുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അത് വളരെ നിർഭാഗ്യകരമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ കൂടുതലും പെൺകുട്ടികളാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഒരു സുരക്ഷ വളരെയധികം പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത്. അപ്പം ഇത് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ സമരം എന്തായാലും നടന്നിരിക്കണം. ഇത് ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഫുൾ ഇന്ത്യയിൽ തന്നെ, ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകണം. ഈ സംഭവം ചെയ്ത് ഇവരെ എല്ലാവരെയും തന്നെ പ്രതിക്കൂട്ടിലാക്കുകയും അവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാൽ ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കരുത്. വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാവരും ഇത് പഠിച്ചിവിടെ എത്തുന്നത്. അത്രയും പ്രതീക്ഷയോടാണ് മാതാപിതാക്കളത് അവരെ അവിടെ കോളേജിലേക്ക് വിടുന്നത്. അപ്പോൾ ഇത് ഡോക്ടർ നിർമ്മല എസ് പ്രഭു നേരത്തെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ പയനീറിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജെ ഗോപികൃഷ്ണനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ജൂനിയർ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരന്തരമായി തുടർച്ചയായി പലതരത്തിലുള്ള ഡ്യൂട്ടികൾ അക്ഷീണം ചെയ്ത് അവസാനം ഒന്ന് വിശ്രമിക്കുന്നതിന് വേണ്ടി ഉറങ്ങാനുള്ള ഒരിടം പോലും പല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഇല്ല. അതുകൊണ്ട് അവർ സെമിനാർ ഹാളിലേക്ക് പോയി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണ്. അതിനെയാണ് അവിടുത്തെ പോലീസുകാർ എന്തിന് രാത്രി അവിടെ പോയി എന്നുള്ള ചോദ്യം ഉയർത്തിയിരിക്കുന്നത് എന്നാണ്. ഇത് നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സർക്കാർ സംവിധാനങ്ങളിൽ വനിതാ ഡോക്ടർമാർക്കൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നമാണോ? പല സ്ഥലങ്ങളിലും ഉണ്ട്. ചില ഹോസ്പിറ്റലിലെല്ലാം നല്ല കരുതലുണ്ട്. പക്ഷെ മിക്ക സ്ഥലത്തും കുറവാണ്. സുരക്ഷ കുറച്ചുകൂടെ വേണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത് ഇനിയും സുരക്ഷ വേണം എന്നാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ബാക്കിയുള്ളവരെ നന്നാക്കുന്നതിലും നല്ലത് നമ്മൾ തന്നെ കുറെ കൂടെ നമ്മൾ കൊണ്ട് കരുതിയിരിക്കുകയാണ്. അപ്പൊ ഇതിന് കുറച്ചും കൂടെ നല്ലൊരു സംവിധാനം വേണം. അതായത് CCTV ക്യാമറകൾ വെക്കുക. പിന്നെ മാത്രമല്ല, ഹോസ്പിറ്റലിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ആരൊക്കെയാണ് കയറി ഇറങ്ങുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഡോക്ടർമാരല്ലാത്തവർക്കൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പ്രവേശനം അനുവദിക്കരുത്. അതിനുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സുരക്ഷ എന്തായാലും തീരെ വേണം. CCTV ക്യാമറ വെക്കണം. IMAയുടെ വെസ്റ്റ് കൊച്ചിയിലെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ നിർമ്മല എസ് പ്രഭുവാണ് നമ്മോട് സംസാരിച്ചത്. വളരെ നന്ദി. കൊൽക്കത്തയിൽ എന്തായാലും ബലാത്സംഗത്തിനിരയായി ഡോക്ടർ കൊല്ലപ്പെട്ട